ശ്രീ ജോയ്, ഒരു തരത്തിൽ ഈ തട്ടിപ്പ് ചെറിയ തട്ടിപ്പായിരുന്നില്ല ഈ BJP സംസ്ഥാന നേതൃത്വം അഞ്ചര ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഒരു കമ്പനി മാത്രം കമ്മീഷൻ മാത്രം 31 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. അതിൽ 4 ലക്ഷം രൂപ അഞ്ചര മാത്രം തട്ടിയെടുത്തു. അതായത് BJP ദേശീയ നേതൃത്വം കൊടിതോരണങ്ങൾ കൊടുത്തുവിട്ടു, അതിവിടെ സമയത്തെത്തിയില്ല, അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി. തട്ടിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വലിയ തരത്തിൽ കരുതുന്നതിനേക്കാൾ കൂടുതൽ വലിയ തരത്തിൽ തട്ടിപ്പ് സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? BJP ദേശീയ നേതൃത്വം പണം കൊടുത്താണ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റു ചില കാര്യങ്ങളാണെങ്കിലും ആവശ്യത്തിലധികം പണം താഴേക്ക് കൊടുക്കുന്നുണ്ട്. ഈ പണം തെരഞ്ഞെടുപ്പ് സമയത്താകുമ്പോൾ അത് ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പണം കൊടുത്ത് വോട്ട് പിടിച്ച് ജയിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ വിലയ്ക്ക് വാങ്ങാനുള്ള പണവും അവർ കൊടുക്കും. ഇപ്പോ 15ഉം 20ഉം കോടി രൂപയാണ് MP-മാർക്ക് MLA-മാർക്കെല്ലാം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ഇവിടെ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുറ്റുപറ്റി നിൽക്കുന്ന ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള ആളുകളെല്ലാം പണം തട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൊടിതോരണം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് 1,16,86 ലക്ഷം രൂപ അവര് എഴുതിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് വെച്ചിരിക്കുന്ന ബില്ലോ ഒരു പലവ്യഞ്ജന കടയിലെ ഒരു ഷോപ്പിലെ ഒരു ബില്ല് കൊണ്ടുവച്ചിട്ടാണ്, ഒരു GST ബില്ല് കൊണ്ടുവച്ചിട്ടാണ് ഈ പണം തട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ വലിയ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. നാട്ടില് BJP ദേശീയ നിലയിൽ അവർക്ക് ഭരണമുള്ളത് കൊണ്ട്, രാജ്യത്തെ ഭരണകക്ഷി എന്നുള്ളത് കൊണ്ട് കോർപ്പറേറ്റുകളിൽ നിന്ന് വലിയ പണം സ്വീകരിച്ച് ആ പണം താഴേക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പൊ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പണത്തിന്റെ ഒഴുക്കാണ് അവർ നടത്തിയത്. ആ പണം കൊടുത്ത് ജനങ്ങളെ സ്വാധീനിക്കാനും ജനവിധിയെ അട്ടിമറിക്കാനുമാണ് അവർ പരിശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാൻ വേണ്ടിയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ഇനിയുള്ള സമയത്ത് പുറത്തു വരിക. ജോയ്, അതായത് ഈ അഞ്ജന എന്ന് പറയുന്നത് ചെറിയ മീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജന ഈ കൊടിതോരണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് ഈ സംസ്ഥാന നേതൃത്വം, ഇതിനേക്കാൾ വലിയ നേതാക്കൾ അവരെന്തൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കാം. ഈ അന്വേഷണം അഞ്ജനയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ? അത് ഇപ്പോഴത്തെ BJPക്ക് അകത്തുള്ള ഗ്രൂപ്പ് സമവായങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും എല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോ BJP ലീഡർഷിപ്പിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ പറയുന്ന അഞ്ജന എന്ന് പറയുന്ന ആളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വലിയ നേതാക്കന്മാർക്ക് വലിയ പങ്ക് ഈ പണം വെട്ടിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കോടിക്കണക്കിന് രൂപയാണ് നേതാക്കന്മാരുടെ കൈകളിലേക്ക് മറിയുന്നത്. അതിനൊന്നും കൃത്യമായിട്ടുള്ള കണക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇത് ഇപ്പോഴും മാത്രമല്ല, നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോയ്, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച